ബെനാലിറ്റി ഓഫ് ഈവിൾ, ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് കൊമ്പുള്ള പിശാചുകളല്ല, മറിച്ച് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യരാണ്. അതാണ് ബെനാലിറ്റി ഓഫ് ഈവിൾ. മലയാളിയുടെ മനസ്സ് മരവിച്ചു പോയൊരു സംഭവം. ഒരു മനുഷ്യൻ ചെയ്തത് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ക്രൂരകൃത്യം. വിശ്വാസം നേടിയെടുത്താണ് അയാൾ ആ കുടുംബത്തിലേക്ക് കടന്നുകൂടിയത്. കുഞ്ഞുങ്ങളുടെ, ഒരു സ്ത്രീയുടെ ആകെ വിശ്വാസം. പക്ഷെ പിന്നീട് നടന്നത് എല്ലാം അവിശ്വസനീയം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളം ഏറെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത. അസാധാരണമായ ഒരു കൊലപാതകം, മനസാക്ഷി മരവിച്ച ഒരു നരാധമൻ. ഇന്ന് ആ സംഭവങ്ങളുടെ പരിശോധനയാണ്. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ഒരു 7 വയസ്സുകാരനെ തൊടുപുഴയിലെ ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതോടെയാണ് നാട് നടുങ്ങിയ ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകത്തെത്തിയത്. മനസാക്ഷിയുള്ള ഏതൊരാൾക്കും കേൾക്കാൻ പോലും കഴിയാത്ത സംഭവം. അന്ന് തൊടുപുഴയിലെ ചാഴിക്കാട്ട് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റിയ ഒരു സ്ട്രെച്ചറിൽ ബോധം മറഞ്ഞൊരു 7 വയസ്സുകാരനുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ തുറക്കാനാകാത്ത വിധം അടഞ്ഞിരുന്നു. മാർച്ച് 28 വ്യാഴാഴ്ച പുലർച്ചെ ഏകദേശം 3:55 തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിലേക്ക് ഒരു കാർ വന്നു നിന്നു. കാറിൽ രോഗിയുമായി വന്നാൽ അത്ര സീരിയസ് ആയിരിക്കില്ല എന്ന മുൻധാരണയിലാണ് ആശുപത്രി ജീവനക്കാർ. കാർ അത്ര വേഗതയിലുമായിരുന്നില്ല. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഒരു യുവതിയാണ്. അവരുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, 6-7 വയസ്സ് പ്രായം. കാർ ആ കാഷ്വാലിറ്റിക്ക് സമീപം തന്നെ നിർത്തി. ആ കാർ ഓടിച്ചു വന്നയാളും അപ്പോൾ തന്നെ അവിടെ ഇറങ്ങി. ആശുപത്രിക്ക് അകത്തേക്ക് അവർ എല്ലാവരും കയറിപ്പോയി. അയാളുടെ നടപ്പ് പക്ഷേ അത്ര ശരിയല്ല. വണ്ടി പാർക്ക് ചെയ്തത് മാറ്റിയിടാൻ പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അയാൾ ആശുപത്രിക്കകത്തേക്ക് കയറിയത്. ഒട്ടും മര്യാദയില്ലാത്ത പെരുമാറ്റം. പനിയോ മറ്റോ ഉണ്ടെങ്കിലും OP സമയം കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിലേക്ക് രോഗികൾ വരാറുണ്ട്. ആ കുഞ്ഞിന് പനിയായിരിക്കുമെന്ന ധാരണയിലായി ആശുപത്രി സെക്യൂരിറ്റിയും മറ്റു ജീവനക്കാരും. കാഷ്വാലിറ്റിയിലെ കിടക്കയിൽ കുട്ടിക്കരികിലേക്ക് ഡോക്ടർ എത്തി. ബോധമില്ല. കുഞ്ഞിനെന്തുപറ്റി? ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അയാളാണ്. അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണതാണ്. മറുപടിക്കൊപ്പം അയാളുടെ ശ്വാസത്തിന്റെ ഗന്ധവും ഡോക്ടർക്ക് കിട്ടി. അയാൾ നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട്. അലസമായ രൂപം. നിങ്ങൾ ഇവിടെ നിന്ന് മാറണം, ഇങ്ങനെ കുടിച്ചിവിടെ നിൽക്കാൻ പറ്റില്ല, ഡോക്ടർ അയാളോടായി പറഞ്ഞു. ഉള്ളിൽ ലഹരി നുരയുകയാണ്. സിരകളിൽ ആ ലഹരി തീർത്ത ധിക്കാരവും. അയാൾ ആദ്യം ആ ഡോക്ടറോട് കയർത്തു. പിന്നെ ആശുപത്രിയിലെ ജീവനക്കാരോടും 1ഉം 2ഉം പറഞ്ഞു വഴക്കായി. വല്ലാതെ പാടുപെട്ടുപോയി ആശുപത്രി ജീവനക്കാർ. ഏറെ സമയമെടുത്താണ് അവർ അയാളെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത്. കുഞ്ഞിനെന്തു പറ്റിയതാണ്? ആ യുവതിയോടും ഡോക്ടർ ചോദ്യം ആവർത്തിച്ചു. അവൻ വീണതാണ്, ഞങ്ങൾ ആരും കണ്ടില്ല, പക്ഷേ ഞങ്ങൾ പിന്നെ കുഞ്ഞിനെ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്നതാണ്. യുവതിയുടെ മൊഴിയും ഡോക്ടർക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവർ ആകെ പതറുന്നുണ്ട്.
കുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും എന്തൊക്കെയോ ക്ഷതമേറ്റ പാടുകൾ. അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അസ്വാഭാവികമായ പാടുകൾ, വീണുണ്ടായ പാടുകൾ പോലെയല്ല. എന്തായാലും കുഞ്ഞിനെ വിശദമായി പരിശോധിക്കണം. ആദ്യം സ്കാനിങ്ങിന് വിധേയമാക്കി. ആദ്യ പരിശോധനയിൽ തന്നെ ഡോക്ടർമാർക്ക് കാര്യം പിടികിട്ടി. കുഞ്ഞിന് തലയിൽ കാര്യമായ പരിക്കുണ്ട്, വിദഗ്ധ ചികിത്സ വേണം. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല ആശുപത്രിയിലേക്ക് കുട്ടിയെ ഉടനടി ഷിഫ്റ്റ് ചെയ്യണം. കാര്യം ഗുരുതരമാണ്. പക്ഷെ മെഡിക്കൽ കോളേജ് ബുദ്ധിയല്ല. കാരണം കുട്ടിയുടെ അപ്പോഴത്തെ ആരോഗ്യനില വെച്ച് മെഡിക്കൽ കോളേജ് വരെ യാത്ര ചെയ്തെത്താൻ കുറച്ച് പ്രയാസമാണ്. ജില്ല 2 ആണെങ്കിലും തൊടുപുഴയ്ക്ക് വളരെ അടുത്താണ് കോലഞ്ചേരി. അവിടെ ചില വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട്. കുഞ്ഞിനെ പെട്ടെന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യൂ, കുട്ടിയുടെ അമ്മയോടായി ഡോക്ടർ പറഞ്ഞു. തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു കാണാവുന്ന അവസ്ഥയിലായിരുന്നു കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കുട്ടിയുടെ തലയോട്ടിയുടെ പിൻഭാഗത്ത് ഏകദേശം 6 സെന്റിമീറ്റർ നീളത്തിൽ വലിയ പൊട്ടൽ സംഭവിച്ചിരുന്നു. തലച്ചോറിൽ കടുത്ത രക്തസ്രാവമുണ്ടായതായി മെഡിക്കൽ പരിശോധനയിലും കണ്ടെത്തി. ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. സൂക്ഷ്മമായ മെഡിക്കൽ പരിശോധന ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടിയുടെ ശ്വാസകോശത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു. ആ ഭാഗത്ത് വായു അടിഞ്ഞുകൂടുകയും ചെയ്തിരിക്കുന്നു. വാരിയെല്ലുകൾക്കും സാരമായ പരിക്കുകളുണ്ട്. കണ്ണിനും മുഖത്തും കൈകാലുകളിലും ചതവുകളും മുറിവുകളും ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ശരിക്കും ഞെട്ടിയത് മറ്റൊരു കണ്ടെത്തലില്ലായിരുന്നു. ബാറ്റേർഡ് ബേബി സിൻഡ്രോം എന്ന അനാരോഗ്യ അവസ്ഥയിലായിരുന്നു കുട്ടി. അതാണ് ഡോക്ടർമാർ ഞെട്ടാൻ കാരണം. അതായത് കുട്ടിയുടെ ശരീരത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി മുറിവുകൾ ഉണ്ടാവുകയും ഉണങ്ങുകയും വീണ്ടും ഉണ്ടാവുകയും ചെയ്ത പാടുകൾ. നിരവധി മുറിവുകൾ. വ്യക്തമായി പറഞ്ഞാൽ നിരന്തരമായി ശാരീരിക പീഡനത്തിനിരയായിരുന്നു കുട്ടി എന്ന് സൂചിപ്പിക്കുന്ന ശാരീരിക അവസ്ഥയാണ് ബാറ്റേർഡ് ബേബി സിൻഡ്രോം. ആ 7 വയസ്സുകാരൻ ആ അവസ്ഥയിൽ കൂടിയായിരുന്നു അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സോഫയിൽ നിന്ന് വീണാണ് കുട്ടിക്ക് പരിക്കു പറ്റിയത് എന്നായിരുന്നു അമ്മയുടെയും ഒപ്പമുള്ള അരുൺ ആനന്ദ് എന്ന വ്യക്തിയുടെയും വിശദീകരണം. പക്ഷേ അത് പരിക്കുകളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഡോക്ടർമാർക്ക് വളരെ വേഗം മനസ്സിലായി. കുട്ടിയുടെ തലയോട്ടിക്കേറ്റ മാരകമായ ക്ഷതം ഒരു ചെറിയ വീഴ്ചയിൽ സംഭവിക്കുന്നതിനേക്കാൾ ഗുരുതരമായിരുന്നു. ആശുപത്രി അധികൃതർ ഉടൻ തന്നെ തൊടുപുഴ പോലീസിനെ വിവരമറിയിച്ചു. കോലഞ്ചേരിയിലേക്ക് കുട്ടിയെ അതിവേഗം മാറ്റി. തലക്കേറ്റ പരിക്ക് അത്യന്തം ഗുരുതരമാണ്. കുട്ടിയെ എത്തിച്ചത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളുടെ പാടുകൾ, തലക്കേറ്റ മാരകമായ പരിക്ക്, അതിന്റെ സ്വഭാവം. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ അക്കാര്യം സ്ഥിരീകരിച്ചു. ഇത് സോഫയിൽ നിന്ന് വീണുണ്ടായ പരിക്കല്ല. കുട്ടിയെ ആരോ ഉപദ്രവിച്ചിരിക്കുന്നു. 1-2 ദിവസമല്ല, ആ 7 വയസ്സുകാരൻ കുട്ടി വർഷങ്ങളായി പീഡനം അനുഭവിക്കുന്നു. ഇതേ സമയം അവിടെയുണ്ടായിരുന്ന അരുൺ ആനന്ദ് ഡോക്ടർമാരുമായി തർക്കിച്ച് സമയം കളയുകയായിരുന്നു. ചികിത്സ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും അയാൾ നേരത്തെ തന്നെ വൈകിപ്പിച്ചിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരിയിലേക്ക് കുട്ടിയെ മാറ്റണമെന്നുള്ള ആവശ്യം ഉയരുമ്പോഴും അയാൾ കുട്ടിയെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഡോക്ടർമാരുമായി അരുൺ സഹകരിച്ചില്ല. പക്ഷേ ഒടുവിൽ അയാൾ എങ്ങനെയോ വഴങ്ങി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല. മരുന്നുകളോട് കുട്ടി പ്രതികരിച്ചില്ല. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ബ്രെയിൻ ഡെത്തായ അവസ്ഥ. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും നിലയ്ക്കുന്ന സ്ഥിതിയായി. ആന്തരിക രക്തസ്രാവവുമുണ്ടായി. രക്തസമ്മർദ്ദത്തിൽ അടിക്കടി മാറ്റമുണ്ടാകുന്നത് ചികിത്സയെ തടസ്സപ്പെടുത്തി. വെന്റിലേറ്ററിൽ ജീവന്റെ തുടിപ്പ് നിലനിർത്തി എന്ന് മാത്രം.
തൊടുപുഴയിൽ നിന്ന് കുട്ടിയെ കോലഞ്ചേരിയിലേക്ക് മാറ്റുന്ന സമയത്ത് തന്നെ തൊടുപുഴ പോലീസ് അവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഡോക്ടർമാർ അവരുടെ സംശയങ്ങൾ കൃത്യമായി തന്നെ പോലീസിനോട് പറഞ്ഞു. 2019 മാർച്ച് 28 ഉച്ച കഴിഞ്ഞ നേരം കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്ന് അരുൺ ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം വൈകുന്നേരത്തോടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ആരാണ് അരുൺ ആനന്ദ്? കുട്ടികളുടെ പിതാവാണോ? ഒപ്പമുള്ള യുവതിയാണോ കുട്ടികളുടെ അമ്മ? ആ കുഞ്ഞിനെ ഇത്ര മാരകമായി വർഷങ്ങളായി നിരന്തരം ഉപദ്രവിക്കുന്നതാര്? പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിലാണ് അരുൺ ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുണിലേക്ക് പോലീസ് എത്തിയ വഴികൾ ഞെട്ടിക്കുന്നതാണ്. ആ അന്വേഷണത്തിൽ തെളിഞ്ഞത് പൈശാചികമായ കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര. 2019 മാർച്ച് 28 രാവിലെ കുമാരമംഗലത്തുള്ള ഒരു വാടക വീട്ടിലായിരുന്നു ആ കുട്ടിയും കുടുംബവും. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വീട് പരിശോധിക്കാൻ പോലീസ് എത്തി. പരിക്കേറ്റ 7 വയസ്സുകാരന്റെ അനുജൻ ആ വീട്ടിലുണ്ട്. 4 വയസ്സുകാരനാണവൻ. പോലീസിന് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിച്ചു. അയാൾ അരുൺ ആനന്ദ് കുട്ടികളെ 2 പേരെയും ഉപദ്രവിക്കുമായിരുന്നു. ഇളയ കുട്ടി, ആ 4 വയസ്സുകാരൻ, അവന് കഴിയും വിധം കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. കുട്ടിയുടെ അമ്മ, ആ യുവതിയുടെ മൊഴി അത് നിർണായകമായി. ആദ്യഘട്ടത്തിൽ അരുണിനെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അരുൺ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അമ്മ വെളിപ്പെടുത്തി. ഇത് കേസിൽ വഴിത്തിരിവായി. ഇതേ സമയം സംഭവം വലിയ വാർത്തയായി. കുട്ടി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രി വാർത്തകളിൽ നിറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശുപത്രിയിൽ കുട്ടിയെ സന്ദർശിച്ചു. അരുൺ ആനന്ദ് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അയാൾ ആരാണ്? എന്തിനാണ് ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിച്ചത്? കുട്ടിയുടെ അമ്മയായ യുവതി അത് തടയാഞ്ഞത് എന്താണ്? അരുണിന്റെ ഉത്തരങ്ങളിൽ ഇനിയും ഇഴചേരാത്ത കണ്ണികളുണ്ടായിരുന്നു. വസ്തുതകളിലെ ആ മിസ്സിംഗ് ബ്രിഡ്ജ് അത് കൂട്ടിയിണക്കാൻ കുട്ടിയുടെ അമ്മയുടെ ഉത്തരങ്ങൾക്കേ കഴിയൂ. അരുൺ ആനന്ദ്, വയസ്സ് 40, സ്വദേശം നന്തങ്കോട്, തിരുവനന്തപുരം ജില്ല. സ്വന്തം അമ്മയെ ഭീഷണിപ്പെടുത്തി ഒരു ഫ്ളാറ്റ് എഴുതി വാങ്ങിയ താന്തോന്നി. തിരുവനന്തപുരത്തെ ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധം. ബാങ്ക് ജീവനക്കാരനായിരുന്ന അച്ഛന്റെ മരണശേഷം ലഭിച്ച ബാങ്ക് ജോലി 1 വർഷം പോലും തികയ്ക്കാതെ ഉപേക്ഷിച്ചു. തിരികെ നാട്ടിലെത്തി. നല്ല കുടുംബ പശ്ചാത്തലമായിരുന്നു അരുണിൻ്റേത്. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു അരുണിന്റെ സ്കൂൾ പഠനം. പക്ഷേ വഴി പിഴച്ചുപോയ പിൽക്കാലം. കുപ്രസിദ്ധ ഗുണ്ടയുമായി ചേർന്ന് മണൽ കടത്ത്. വിവാഹിതനായി, ഒരു കുഞ്ഞിന്റെ അച്ഛനുമായി. പക്ഷെ ആ യുവതി കുഞ്ഞുമായി രക്ഷപ്പെട്ടു. വർഷം 2018. വിവാഹമോചിതനായി നിൽക്കുന്ന ആ ഇടയ്ക്കാണ് അരുൺ ആ യുവതിയെ കാണുന്നത്. ഭർത്താവിന്റെ മരണശേഷം കുട്ടികളുമായി കഴിയുന്ന യുവതി. ആ കുട്ടികളോട് സ്നേഹം നടിച്ച ആ യുവതിയുടെ ജീവിതത്തിലേക്ക് അരുൺ കയറിപ്പറ്റി. കുട്ടിയുടെ TC വാങ്ങി അവർ തൊടുപുഴയിലേക്ക് താമസവും മാറി. പക്ഷെ ആ ബന്ധത്തിലും യുവതിയുടെ ഭർത്താവിന്റെ മരണത്തിലും ചില സംശയങ്ങൾ അന്നേ ഉയർന്നിരുന്നു. യുവതിയുടെ ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു അരുൺ. അയാൾക്ക് ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി. പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതം. 42 വയസ്സിലെ അകാല മരണം. സുഹൃത്തിന്റെ കുടുംബത്തോടുള്ള സ്നേഹമെന്നാണ് പിന്നീട് എല്ലാവരും കരുതിയത്. കുഞ്ഞുങ്ങളോടും അമ്മയോടും സ്നേഹം. അതുപക്ഷേ ഇരുവർക്കുമിടയിലെ പ്രണയമായി മാറി. മാർച്ച് 29. ചില പൊരുത്തക്കേടുകളുണ്ട്. പോലീസിനത് ആദ്യമേ മനസ്സിലായി.
പക്ഷെ ചോദ്യവും ഉത്തരവും കൂട്ടിയിണക്കിയപ്പോൾ ആ ദിവസത്തെ സംഭവങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. ആ 7 വയസ്സുകാരൻ കുഞ്ഞ് വീണു പരിക്കേറ്റതല്ല. അവന്റെ ശരീരത്തിൽ ചെറുതല്ലാത്ത പാടുകൾ പിന്നെയുമുണ്ട്. അത് വീഴ്ചയിലുണ്ടായ പരിക്കുകളല്ല. ചോദ്യം ചെയ്യലിന്റെ ഭാവം മാറിയപ്പോൾ കാമുകനും കാമുകിയും ആ രാത്രിയെ വ്യക്തമായി ഓർത്തെടുത്തു. അത് കുറ്റസമ്മതവും സാക്ഷിമൊഴിയുമായിരുന്നു. കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്ന ഒരു കൊടും പാതകത്തിന്റെ നേർവിവരണം. ആശുപത്രിയിൽ നിന്ന് അപ്പോഴും ശുഭവാർത്തയില്ല. അവൻ ആ കുരുന്നു ജീവൻ മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങൾ നീങ്ങുമ്പോൾ ആ ശപിക്കപ്പെട്ട രാത്രിയുടെ ടൈം ലൈൻ ഒന്നൊന്നായി അരുൺ ആനന്ദ് തുറന്നു പറഞ്ഞു. 2019 മാർച്ച് 27 ബുധനാഴ്ച. അന്ന് രാത്രി ഏറെ വൈകി. അരുണും ഒപ്പമുള്ള യുവതിയും കൂടി പുറത്തേക്ക് പോയി. കുട്ടികൾ 2 പേർ മാത്രം വീട്ടിൽ. അരുണും കുട്ടികളുടെ മാതാവും കൂടി തൊടുപുഴയിൽ ഭക്ഷണം കഴിക്കാനാണ് പോയത്. 2019 മാർച്ച് 28 പുലർച്ചെ 3 മണിയോടെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത്. കുട്ടികൾക്കായി അമ്മ കയ്യിൽ കുറച്ച് ഭക്ഷണം കരുതിയിരുന്നു. അരുൺ പക്ഷേ നന്നായി മദ്യപിച്ചിരുന്നു. കുട്ടികൾ അവിടെയുള്ള ഒരു സോഫയിൽ കിടന്നുറങ്ങുന്നത് അരുൺ കണ്ടു. അയാൾക്ക് ആ കുട്ടികൾ അങ്ങനെ കിടന്നുറങ്ങുന്നത് ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് സമയത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത സമയം. അയാൾ ആ കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആദ്യം എഴുന്നേറ്റത് ഇളയ കുട്ടിയാണ്. അപ്പോഴാണ് ആ കുട്ടി ആ സോഫയിൽ കിടന്നുകൊണ്ട് തന്നെ മൂത്രമൊഴിച്ചതായി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് അയാൾ അലറി. കിടന്നുറങ്ങിയ മൂത്ത കുട്ടിയെ അയാൾ തൊഴിച്ച് താഴെയിട്ടു. ഇളയ കുട്ടിയെ എന്തുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ചില്ല? ആ ചോദ്യവും മാരകമായ മർദ്ദനവും ഒരുമിച്ചായിരുന്നു. നിലത്തു വീണ കുട്ടിയുടെ നേർക്ക് അയാൾ വീണ്ടും പാഞ്ഞെടുത്തു. മൂത്രമൊഴിപ്പിക്കാത്തതെന്തടാ? അയാൾ വീണ്ടും ആക്രോശിച്ചു. നിലവിളിയോടെ യാചിച്ച കുട്ടിയെ അയാൾ 2 കൈകളിലും തൂക്കിയെടുത്തു. ആ മുറിയിലെ ഭിത്തിയുടെ മൂലയിലേക്ക് ആഞ്ഞു വലിച്ചെറിഞ്ഞു. ഷെൽഫിന്റെ മൂലയിലും ഭിത്തിയിലും ഇടിച്ച് നിലംപൊത്തിയ ആ കുട്ടിയുടെ തലയോട്ടി അപ്പോൾ തന്നെ പൊട്ടി. രക്തം ചീറ്റി ഒഴുകി. വീണ്ടും അയാൾ ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. അതേ ഭിത്തിയിൽ തല ചേർത്തെടുപ്പിച്ചു. നിലത്തിട്ട് ചവിട്ടി. ദേഷ്യം അടങ്ങും വരെ തല്ലിച്ചതച്ചു. തടസ്സം പിടിക്കാനെത്തിയ മാതാവിന്റെ മുഖത്ത് അയാൾ ആഞ്ഞിടിച്ചു. ബോധരഹിതനായ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ പോലും അയാൾ പരിക്കേൽപ്പിച്ചതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആ ഭീകരമായ പൈശാചികമായ പീഡനങ്ങളിൽ ആ കുഞ്ഞുമോൻ തകർന്നുപോയി. അവൻ അബോധാവസ്ഥയിലായി. കുട്ടി കണ്ണു തുറക്കുന്നില്ല. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അമ്മയായ യുവതി കരഞ്ഞു പറഞ്ഞു. അരുണൊടുവിൽ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അപ്പോഴേക്കും ആ കുഞ്ഞിന്റെ പൊട്ടിയ തലയിൽ നിന്ന് രക്തം ചീറ്റി ഒഴുകുന്നുണ്ടായിരുന്നു. അയാൾ സാവധാനം മുറിക്കുള്ളിലെ രക്തം കഴുകി വൃത്തിയാക്കി. അതിനുശേഷമാണ് 2 പേരും കാറിൽ പരിക്കേറ്റ കുട്ടിയുമായി തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് എത്തിയത്. ബോധം തെളിയുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പുലർച്ചെ 4 മണിയോടെ ആ കുട്ടിയെ അവർ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവങ്ങളുടെ പൈശാചികത അവർ തന്നെ വിവരിച്ചു. പക്ഷേ അവർ പറയാത്തൊരു വേട്ടയുടെ കഥ ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അരുൺ ആനന്ദ് എന്ന മൃഗത്തിന്റെ ക്രൂരമായ വേട്ട, അയാളുടെ ലൈംഗിക വൈകൃതം, ആ സത്യങ്ങൾ അത് നടുക്കുന്നതായിരുന്നു. അരുൺ ആനന്ദ്, അയാളിലെ മൃഗതുല്യമായ ലൈംഗിക വൈകൃതം, സെക്ഷൽ പെർവേർഷൻ, അത് ആ വീട്ടിൽ ഏറെക്കാലമായി അരങ്ങേറുന്നുണ്ടായിരുന്നു. അതെന്താണ് എന്നറിയുന്നിടത്താണ് അരുൺ ആനന്ദ് എന്ന പിശാചിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്.
7 വയസ്സുകാരൻ ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ തുടരുന്നതിനിടെയാണ് പോലീസ് അന്വേഷണവുമായി പലതവണ ആ വാടക വീട്ടിലെത്തിയത്. അവിടെ എല്ലാറ്റിനും ദൃക്സാക്ഷിയായ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, ആ 4 വയസ്സുകാരൻ അനിയൻ. അവനിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നതിനിടെയാണ് ആ കുഞ്ഞ് അവനേറ്റ ആക്രമണത്തിന്റെ വടുക്കൾ പോലീസിനെ കാണിച്ചത്. പല ദിവസങ്ങളിലായി സംഭവിച്ച ആ മുറിവുകൾക്ക് ഒരേ സ്വഭാവമായിരുന്നു. പോലീസിന് അത് അതിവേഗം മനസ്സിലായി. അത് ആ നരാധമൻ നടത്തിയ ലൈംഗികാതിക്രമത്തിൽ നിന്നുണ്ടായതാണ്. 4 വയസ്സ് തികയും മുമ്പേ അവനേൽക്കേണ്ടി വന്ന കൊടും പാതകം. ഒരു കുഞ്ഞു ശരീരത്തിൽ ഒരു മനുഷ്യരൂപമുള്ള മൃഗം നടത്തിയ ലൈംഗിക വേട്ടയുടെ ഭീതിതമായ വടുക്കൾ. CWC അംഗങ്ങളുടെ മുന്നിൽ കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടാമത് ഒരു കേസ് കൂടി. അരുൺ ആനന്ദ് 1-ാം പ്രതി. വിവരം മറച്ചുവെച്ച യുവതി കുട്ടികളുടെ അമ്മയ്ക്കെതിരെയും കേസെടുത്തു. 2019 ഏപ്രിൽ 6 ശനിയാഴ്ച രാവിലെ 11:30. നീണ്ട 10 ദിവസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചിട്ടും മലയാളികൾ മുഴുവനും പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ജീവിക്കാനായി അബോധാവസ്ഥയിലും പോരാടിയ ആ കുരുന്ന് മരണത്തിന് കീഴടങ്ങി. തലച്ചോറിലുണ്ടായ ഗുരുതരമായ പരിക്കും രക്തസ്രാവവും. ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായി. പെട്ടെന്ന് ആരോഗ്യനില വഷളാവുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. കോടതിയിൽ രണ്ടും 2 കേസായി. 4 വയസ്സുകാരനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് പോക്സോ കേസ്. 7 വയസ്സുകാരനെ അതിക്രൂരമായി ഇല്ലാതാക്കിയതിന് കൊലക്കേസ്. 2022 നവംബർ 16 കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ 4 വയസ്സുള്ള അനുജനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അരുൺ ആനന്ദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പോക്സോ കോടതി പ്രതിക്ക് 21 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും വിധിച്ചു. ഈ ശിക്ഷ പ്രതി ഇപ്പോൾ അനുഭവിച്ചു വരികയാണ്. 7 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ പോക്സോ കേസിലെ വിധിക്ക് ശേഷവും തുടരുകയാണ്. കൊലപാതകം, വധശ്രമം, കുട്ടികൾക്കെതിരെയുള്ള ക്രൂരത തുടങ്ങി നിരവധി ഗൗരവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊലപാതക കേസിന്റെ വിചാരണ മുട്ടം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. നിരവധി സാക്ഷികളെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു. മോറൽ ബ്ലൈൻഡ്നെസ്, ധാർമ്മിക അന്ധതയാണ്. മൃഗീയത എന്നത് ഈ സംഭവത്തോട് ചേർത്ത് വെക്കാൻ കഴിയില്ല. കാരണം മൃഗങ്ങൾ ഇത്രമാത്രം ക്രൂരമല്ല. ഇത് ധാർമ്മിക അന്ധതയാണ്. ഒന്നല്ല, കുറ്റകൃത്യങ്ങളുടെ പരമ്പര ആ വീട്ടിലുണ്ടാക്കിയവൻ. കുറ്റം സമാനതകളില്ലാത്തതാണ്, അപൂർവങ്ങളിൽ അപൂർവം. സുപ്രീം ക്രൈം. ശിക്ഷയും പരമോന്നതമാകണം. ക്യാപിറ്റൽ പണിഷ്മെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.